ഓവുലേഷനൊക്കെ കറക്റ്റാണ്, സിമെൻ ടെസ്റ്റിംഗ് ഓക്കെയാണ്, മൾട്ടിപ്പിൾ ടൈംസ് മെഡിസിൻസ് എടുത്തു, എന്നിട്ടും പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ട്യൂബ്സ് ഓപ്പൺ ആണോ അല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് നമ്മൾ കീ ഹോൾ സർജറിയാണ്. ലാപ്രോസ്കോപ്പി വഴിയായിട്ട് ട്യൂബ്സിനെ വിഷ്വലൈസ് ചെയ്ത് നോക്കുക ഓപ്പൺ ആണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ നമ്മൾ അധികം അങ്ങനെ ബ്ലോക്സ് എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരിൽ നമുക്കൊരു സ്ക്രീനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് OP ബേസിസിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ SSG, സെലൈൻ സാൽപിൻജോഗ്രാം. അതിൽ നമ്മൾ OP ബേസിസിൽ തന്നെ ചെറിയൊരു ട്യൂബ് വഴി, ഒരു കത്തീറ്റർ വഴി നമ്മൾ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഒരു സെലൈൻ, അതായത് വാട്ടർ പോലത്തെ ഒരു പുഷ് ചെയ്യുകയാണ്. അപ്പോൾ യൂട്രസിൻ്റെ അകത്ത് നമ്മൾ നോക്കും ക്യാവിറ്റി ഓക്കെ ആണോ, അകത്ത് എന്തെങ്കിലും അഡിഷൻസോ അകത്തേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ്സോ ഉണ്ടോയെന്ന്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ട്രാൻസ്വജനൽ സ്കാൻ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. രണ്ട് സൈഡിലെ ഓവറീസും ട്യൂബ്സും വിഷ്വലൈസ് ചെയ്യും. ആ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ഫ്ലൂയിഡ് വരുന്നതും പിന്നെ അത് പുറത്തേക്ക് സ്പിൽ ചെയ്യുന്നതും ട്യൂബ്സ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പേഷ്യൻറ്റിന് അറ്റ് ദ സെയിം ടൈം കാണിച്ചു കൊടുക്കാൻ പറ്റും. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ HSG ആണ്. അതായത് അതിന് നമ്മൾ എക്സ്റേ റൂമിലേക്ക് പോകണം. സ്ലൈറ്റ്ലി മോർ പെയിൻഫുൾ ആണ് SSGനേക്കാളും. സിമിലർലി നമ്മളൊരു ഡൈ പുഷ് ചെയ്യുക ചെയ്യുന്നത്. അതിന് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് സിമിലർലി യൂട്രസിൻ്റെ ക്യാവിറ്റി നമുക്ക് ഫോർ സം എക്സ്റ്റെൻറ്റ് കാണാൻ പറ്റും. ആൻഡ് ട്യൂബ്സ് നമുക്ക് കാണാം, പുറത്തേക്ക് ഡൈ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണാം. അപ്പോൾ ഇതിൽ ഒരു അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് നമുക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ എവിടെയാണ് ബ്ലോക്ക് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് നോട്ട് പോസിബിൾ ഇൻ SSG. ഫോർ എക്സാമ്പിൾ ട്യൂബിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണോ മിഡ് പോർഷനിലാണോ എൻഡിലാണോ എന്നൊക്കെ അതനുസരിച്ച് നമുക്ക് ചെറിയ ഫെർട്ടിലിറ്റി കൗൺസിലിങ്ങിന് ഇറ്റ് ഹെൽപ്സ്. ഒരു ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് സ്ലൈറ്റ്ലി മോർ പെയിൻഫുൾ ദാൻ SSG ആണ്.